ഇതാണ് അമൻ സാഗർ എന്ന 25 വയസ്സുകാരൻ. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അടുത്ത വൺ ഓഫ് ദി യങ്ങസ്റ്റ് ബില്യണർ ഇൻ ഇൻഡസ്ട്രി ആകാൻ പോകുന്ന വ്യക്തിയാണ്. നമ്മുടെ എലോൺ മാസ്ക് ഉണ്ടല്ലോ, എലോൺ മാസ്കിൻ്റെ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സ് ഈ അമാൻ്റെ കമ്പനീനെ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഒരു ഇന്ത്യക്കാരൻ ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് കിട്ടുന്നത് നല്ലൊരു വാർത്തയാണ്. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അമാൻ ഇന്ത്യ കണ്ടിട്ട് പോലുമില്ല. ഈ അമാൻ്റെ പേരൻസ് ഇന്ത്യക്കാരാണെന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് കിട്ടുന്നത്, പക്ഷേ ഇന്ത്യൻ വംശജർക്ക് വലിയ വലിയ അച്ചീവ്മെൻറ്റുകൾ കിട്ടുന്നുണ്ട്? അതിന് ഞാൻ വേറൊരു കഥ പറയാം, അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബിൽഗേറ്റ്സിനെ അറിയില്ലേ? ബിൽഗേറ്റ്സ് പഠിച്ചത് സിയാറ്റലിലെ ലേക്ക് സൈഡ് സ്കൂളിലായിരുന്നു. റിച്ച് ആയിട്ടുള്ള അഫ്ലുവൻറ്റ് ഫാമിലിയിൽ നിന്നുള്ള കിഡ്സാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. 1968 US ലക്ഷത്തിൽ ഒരാൾക്കായിരുന്നു കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ടായിരുന്നത്. ബിൽഗേറ്റ്സ് പഠിച്ച ഈ ലേക്ക് സൈഡ് സ്കൂളിൽ അന്ന് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഈ ബിൽഗേറ്റ്സും ഫ്രണ്ട്സും എല്ലാം എക്സ്ട്രാ ടൈമിലും ഫ്രീ ടൈമിലും എല്ലാം കമ്പ്യൂട്ടറിനെ കുറിച്ച് നല്ലപോലെ പഠിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ എന്തൂസിയാസാണ് എവിടം വരെ എത്തിയത്, മൈക്രോസോഫ്റ്റിലേക്കൊക്കെ എത്താൻ കാരണം തന്നെ ഈ ഒരു നല്ല സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അമ്മാനാണെങ്കിലും ബിൽഗേറ്റ്സ് ആണെങ്കിലും അവരെ വിജയത്തിൻ്റെ പിന്നിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പറയുകയാണെങ്കിൽ സൊസൈറ്റി, ചുറ്റുപാടുകൾ ഒരാളെ വളരെയധികം സ്വാധീനിക്കും. പാരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ്, പഠിച്ച സ്കൂള്, കോളേജ്, ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല റിസോഴ്സ് ഉണ്ടെങ്കിലുള്ളൂ ഒരാൾക്ക് വളരാൻ പറ്റുള്ളൂ. ഈ അമാൻ ഇന്ത്യയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത സംശയമാണ്.